أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الحمد لله ഫതുഹുൽ മുഈൻ എന്ന കിതാബാണ് നമ്മൾ ഓതാൻ പോകുന്നത്. ഈ ഫതുഹുൽ മുഈൻ എന്ന കിതാബ് ഓതുമ്പോൾ അതിനെക്കുറിച്ചും അതിലെ പ്രതിപാദ്യ വിഷയങ്ങളെക്കുറിച്ചും അത് രചിച്ച മുസന്നിഫിനെ കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫതുഹുൽ മുഈൻ ഓതുന്നതിൻ്റെ മുമ്പായി ഇത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ അതിലേക്കുള്ള ഒരു കവാടമാണ് നമ്മുടെ ഈ മദ്ഖൽ ഇലാ ദിറാസത്തി ഇൽമിൽ ഫിഖ് എന്ന ഈ ചെറിയ പുസ്തകം. അപ്പോൾ അതിൽ നമ്മൾ കാര്യമായി ചർച്ച ചെയ്യുന്നത് ഇവിടെ ഫിഖ് എന്ന വിഷയം, ഫതുഹുൽ മുഈൻ എന്നത് അതിലടങ്ങിയിരിക്കുന്നത് ഫിഖ് എന്ന വിഷയമാണല്ലോ. അപ്പോൾ ഫിഖ് എന്താണ്, എങ്ങനെയാണ് ഈ ഫിഖ് രൂപപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഫിഖ് ഉണ്ടായിരുന്നോ? സ്വഹാബത്തിൻ്റെ കാലത്തുണ്ടായിരുന്നോ? പിന്നെ ആരാണിത് ഉണ്ടാക്കിയത്? ആ ഫിഖ് നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് ബാധ്യസ്ഥരാണോ? നമ്മൾ അള്ളാഹുവിൻ്റെ കിതാബ് നമ്മുടെ മുന്നിലുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഓരോ കിതാബിലേക്ക് പോകുന്നത്? സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണത്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് എല്ലാ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള സംശയങ്ങളും സംശയിപ്പിക്കലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഫിഖ്, എന്തിനാണ് നമ്മൾ ഫിഖ് പഠിക്കുന്നത്? ഫിഖിൻ്റെ ഉള്ളിലെ അതിൻ്റെ മബാദി അശറ എന്തൊക്കെയാണ്, എന്താണ് അതിലെ പ്രതിപാദ്യ വിഷയം, അതെങ്ങനെ വന്നു, നബി തങ്ങളുടെ കാലത്തില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എവിടുന്നാണ് ഇതിൻ്റെ ഇസ്തിംദാദിലുള്ളത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമുണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഫതുഹുൽ മുഈൻ അത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ മദ്രസയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ആ മദ്രസയെക്കുറിച്ചും മറ്റു മദാരിസുകൾ മറ്റു ഫിഖ്ഹി മദ്രസകളെക്കുറിച്ചുമൊക്കെ നമ്മളൊരു ചെറിയൊരു വീക്ഷണം നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. അതിലേക്കുള്ള ഒരു ചെറിയ കവാടമാണ്, അത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു കൈപ്പുസ്തകമാണ് നമ്മുടെ ഈ മദ്ഖലുൻ ഇലാ ദിറാസത്തി അൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന ഈ ചെറിയ പുസ്തകം. നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് മുഖദ്ദിമത്തുൻ ഫി അഹമ്മിയത്തി തഫഖുഹി ഫി ദീനി, ദീനിൽ തഫഖുഹാകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു മുഖവുരയാണ്. തഫഖുഹ് എന്ന വാചകം അടിസ്ഥാനപരമായി ഫഖിഹ എന്ന ഒരു ധാതുവിൽ നിന്ന് നിഷ്പന്നമായി വരുന്നതാണ്. ഫഖിഹ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി, ഉൾക്കൊണ്ടു എന്നൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫഅല വസ്നാണ് ഫഖഹ, ഒരാളെ പഠിപ്പിച്ചു, മനസ്സിലാക്കി കൊടുത്തു, തിരിയിപ്പിച്ചു കൊടുത്തു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിലൊരു മുത്താബഅത്തിൻ്റെ താവ് കൂടെ കൊടുക്കുമ്പോൾ തഫഖഹ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അല്ലമ പഠിപ്പിച്ചു, ഫതഅല്ലമ പഠിച്ചു എന്നതുപോലെ തന്നെ ഫഖഹ ഫതഫഖഹ പഠിപ്പിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു, അപ്പോൾ അവനക്കത് മനസ്സിലായി, അതാണ് തഫഖഹ. തഫഖഹ എന്നതിൻ്റെ മസ്ദറാണ് തഫഖുഹ്. തഫഖഹ യതഫഖഹു തഫഖുഹൻ ഔ തഫഖുഹുൻ. അപ്പോൾ ഇൽമ് പഠിക്കുക, ഫിഖ് ശരിക്കും ലഫ്ദ് തഫഖുഹ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നർത്ഥമാണെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നുണ്ട്, നമുക്ക് സാങ്കേതികമായിട്ട് ഫിഖ് എന്ന വാചകത്തിൻ്റെ ആശയം കുറച്ചുകൂടി വിശാലമാണ്. അപ്പോൾ ആ സാങ്കേതികാർത്ഥത്തിൽ ഫിഖ് മനസ്സിലാക്കുക, ഇൽമിൻ്റെ ശർഈയായ ഇൽമുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് തഫഖുഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മതപരമായ ശർഈയായ ഇൽമ് പഠിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരാമുഖ പഠനമാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ യുഫഖിഹു ഫിദ്ദീനി മൻ അറാദ ബിഹി ഖൈറാ വജഅലൽ ഇൽമ ഹുദൻ വനൂറാ വജഅല ത്വലബൽ ഇൽമി അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമത്തിൻ ഫർളാ വവഫഖനാ ലിൽ ഇസ്തിഗാലി ബിൽ ഇൽമി അല്ലദീ ഹുവ മിൻ അഫ്ളലി ത്വആത്ത്. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ഒരു കിതാബ്, ഒരു ഗ്രന്ഥരചന ആരംഭിക്കുമ്പോൾ
അതിൻ്റെ തുടക്കത്തിൽ എന്താണോ ആ ഗ്രന്ഥത്തിൽ പറയാൻ പോകുന്നത് ആ വിഷയത്തിലേക്കുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് ഒരു തുടക്കം തുടങ്ങും. അതിന് സാധാരണ അറബിയിൽ ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്നാണ് പറയുക. നല്ല ഒരു ബലാഗത്തിൻ്റെ ഒരു മേഖലയാണത്. ഇൻഷാ അല്ലാഹ് ബലാഗത്തൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് വെച്ച് പഠിക്കാം. പക്ഷെ മൊത്തത്തിൽ ഇത് മനസ്സിലാക്കിയാൽ മതി, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ നിലക്കാണ് നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ യുഫഖിഹു ഫിദ്ദീനി, ഇതിൽ നമ്മൾ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്, ഇൽമുൽ ഫിഖ്ഹിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് എന്നുകൊണ്ടാണ് ഇങ്ങനൊരു തുടക്കം. അൽഹംദുലില്ലാഹില്ലദീ യുഫഖിഹു ഫിദ്ദീനി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് ഹംദ്. എന്താണ് ഹംദ് എന്നുള്ളതൊക്കെ നമ്മളെ ഈ പുസ്തകത്തിൻ്റെ ഹംദും സ്വലാത്തിൻ്റെ ഒന്നും ഇസ്തിലാഹിയായ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നില്ല. ഫതുഹുൽ മീനൊക്കെ ഓതുന്ന സമയത്ത് കൂടുതൽ വിഷയമായിട്ട് പറയാം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് ഹംദ്. അല്ലദീ, ആ അള്ളാഹു തആല യുഫഖിഹു, മനസ്സിലാക്കി കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനിലുള്ള ശർഈ അഹ്കാമുകൾ മനസ്സിലാക്കി കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. മൻ അറാദ ബിഹി ഖൈറ, ആർക്കാണ് അള്ളാഹു തആല അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അള്ളാഹു തആല ആർക്കാണോ ഖൈർ ഉദ്ദേശിച്ചത് അവനക്ക്. അപ്പോൾ അള്ളാഹു തആല ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് അള്ളാഹു തആല ദീനിൽ ഫഖാഹത്ത് നൽകും, ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുക്കും എന്നാണ്. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ കിതാബ് അർത്ഥം വെക്കാൻ കിട്ടലല്ല ഫിഖ്ഹ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളത് മനസ്സിലാക്കി തരും കുറച്ചും കൂടെ കഴിയുമ്പോൾ. അപ്പോൾ ഫഖാഹത്ത് എന്നൊരു സംഗതിയാണ്. ഫിഖ്ഹ് അതിൻ്റെ ഉൾക്കാഴ്ചയോടുകൂടെ കാര്യങ്ങൾ ബോധ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഇസ്തിംബാത്ത്, ഒരു ആയത്തിൽ നിന്നും ഹദീസുകളിൽ നിന്നും മറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഫിഖ്ഹുകൾ അതിൻ്റെ മസാദിറുകളിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യുന്ന രീതിക്കാണ്, അല്ലെങ്കിൽ അഹ്കാമുകൾ ഇസ്തിംബാത്ത് ചെയ്യുന്നതിനാണ് ഫിഖ്ഹ് എന്ന് പറയാം. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും, വെറുതെ ഒരു കിതാബിൽ നോക്കി അർത്ഥം വെച്ചിട്ട് അവർ മസല കിട്ടുന്നതിന് ഫിഖ്ഹ് എന്നൊന്നും പറയില്ല, വേറെ കഥ. അങ്ങനെ ഇപ്പോൾ എല്ലാ മൂല്യാരും അങ്ങനെ ആകുമ്പോൾ അല്ലാഹു തആല അവനെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫഖാഹത്ത് നൽകും. അപ്പോൾ അതിൻ്റെ വിശാലമായ ലോകത്തേക്ക് ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ ഫഖാഹത്ത്, എങ്ങനെയാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു ഫത്വൽ മീൻ അർത്ഥം വെച്ചാൽ കിട്ടുമ്പോൾ എനിക്ക് ഫിഖ്ഹ് തിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. വജഅലൽ ഇൽമ, അല്ലാഹു തആല ഇൽമിനെ ആക്കിയിരിക്കുന്നു ഹുദൻ വനൂറൻ, അതൊരു സന്മാർഗവുമാക്കിയിരിക്കുന്നു, വനൂറൻ ഒരു പ്രഭയാക്കിയിരിക്കുന്നു. അപ്പോൾ ഹുദ എന്ന് പറഞ്ഞാൽ എന്താ? സന്മാർഗം. തെറ്റായ മാർഗത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് നല്ല മാർഗത്തിലേക്ക് നീങ്ങാനുള്ള, ശരിയായ പാന്താവിലേക്ക് മാറാനുള്ള ഒരു വഴികാട്ടി, അതിനുള്ള ഒരു മാർഗം, അതാണ് ഇൽമ്. ഇൽമില്ലാത്തവന് ഹിദായത്ത് ഉണ്ടാവില്ല, വലാലത്തിലായിരിക്കും. അതെങ്ങനെ എല്ലാ ആളുകളും ഇപ്പോൾ ഇൽമില്ലാത്തതുകൊണ്ട് ലാലിലാണോ മുളില്ലാണ് എന്നല്ല, ലാലിലാവും മുളില്ലും ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട്? കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരാൾ വളരെ നല്ല ആത്മാർത്ഥമായി നിസ്കരിക്കുകയാണ്. അവരിങ്ങനെ ഓതുന്നതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ മൗലൂദൊക്കെ ഓതുന്നത് പോലെ ഇങ്ങനെ ആടി മൗലൂദ് ഓതുന്നുണ്ടെന്ന് വെക്കുക. 3 അനക്കം അനങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകുമെന്നുള്ള യാഥാർത്ഥ്യം ഈ സാധുവിന് അറിയുന്നില്ല. അവനിങ്ങനെ ആടി എങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ നിസ്കാരം ബാത്തിലായില്ലേ? അല്ലെങ്കിൽ അവൻ്റെ വുളൂഅ് ശരിയായിട്ടില്ല, ഫിഖ്ഹിൻ്റെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ശർഈയ നിയമം അനുസരിച്ച് അവൻ്റെ വുളൂഅ് ശരിയായിട്ടില്ല, മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടാവില്ല, ചില ആളുകളൊക്കെ നിസ്കരിക്കുന്ന കാണാം. അപ്പോൾ അവർക്കതിൻ്റെ ഇൽമില്ലാത്തത് കൊണ്ടാണ്. നിസ്കാരത്തിലെ പല കാര്യങ്ങളും ചിലപ്പോൾ നിസ്കാരം ബാത്തിലാകുന്ന രീതിയിലുണ്ടാവും. അതൊക്കെ അറിയാതെ ചെയ്തു പോകുന്നത് ഇൽമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നല്ല ഇപ്പോൾ അടുത്ത ആളോടും ചിലപ്പോൾ അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ മുതില്ലുമായി പേപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇൽമാണ് ഹിദായത്തിൻ്റെ അടിസ്ഥാന ഹേതു. വനൂറൻ, ഇൽമിനെ അല്ലാഹു തആല പ്രകാശവുമാക്കിയിട്ടുണ്ട്. പ്രകാശമെന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശമെന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് നമുക്ക് ഒരു താങ്ങാവുന്ന പുറത്തുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ അവിടെ പ്രകാശം വേണം. ഇരുട്ട് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇരുട്ടാണെങ്കിൽ നമുക്ക് ചുറ്റുഭാഗത്തുള്ള ഒന്നും കാണാൻ പറ്റില്ല, മുന്നോട്ടുള്ള മാർഗം തടസ്സമായി. നമുക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. നമുക്ക് വഴി അറിയാം, പക്ഷേ ഭയങ്കര കൂരാക്കൂരി ഇരുട്ടാണ്, മുന്നോട്ട് പോകാൻ വയ്യ. മുന്നിലെന്തോ തടസ്സമുണ്ടോ, തട്ടി വീഴുവോ അറിയില്ല. നമുക്ക് പരിചയമുള്ള വഴിയാണെന്ന് പറഞ്ഞാൽ പോലും പറ്റില്ല. കാരണം അവിടെ വല്ല കല്ലോ മുള്ളോ അതിൻ്റെ വേറെ വന്നിട്ടുണ്ടെങ്കിലോ, ഇനി വല്ല നമ്മൾ പോകുന്ന വഴിയിൽ വല്ല പൂച്ചയോ പാമ്പോ എന്തെങ്കിലും വന്നിരിക്കുന്നുണ്ടെങ്കിലോ, പ്രകാശം നമ്മുടെ നടത്തത്തിന് പോലും ആവശ്യമാണ് നടത്തം. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള ആ മാർഗത്തിൽ
ഇരുട്ട് മാറി വെളിച്ചം കിട്ടണമെങ്കിൽ ഇൽമ് വേണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. വജഅല ത്വലബൽ ഇൽമി അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ ഫർളാ. ഇൽമ് അന്വേഷിച്ച് ചെന്ന് പഠിക്കുക എന്ന് പറഞ്ഞത് ഓരോ മുസ്ലിമിനും മുസ്ലിമത്തായ പെണ്ണിനും ഫർളുമാക്കിയിരിക്കുന്നു അല്ലാഹു തആല. ഇവിടെ അല്ലദീ യുഫഖിഹു ഫിദ്ദീനി മൻ അറാദ ബിഹി ഖൈറ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് മൻ അറാദല്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീത്തിൽ നിന്ന് ഇഖ്തിബാസ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ എന്ന മറ്റൊരു ഹദീസിൽ നിന്ന് ഇഖ്തിബാസ് ചെയ്തുകൊണ്ടാണ് വജഅല ത്വലബൽ ഇൽമി അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ ഫർളാ എന്ന് പറയുന്നത്. ഓക്കെ, വഫഖന. അപ്പോൾ ഇൽമ് പഠിക്കുക എന്ന് മാത്രമല്ല, ത്വലബുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമ അന്വേഷിച്ച് പോകണം. നമ്മുടെ ഇമ്മത്തിൻ്റെയൊക്കെ ചരിത്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അവർ ദീർഘദൂരങ്ങൾ, കിലോമീറ്ററുകൾ, മൈലുകൾ, ആയിരക്കണക്കിന് മൈലുകൾ താണ്ടിയാണ് ഒരു ഹദീസ് കണ്ടെത്താൻ വേണ്ടി. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഇമാം ഷാഫി റളിയല്ലാഹു തആലയൊക്കെ സ്വഹീഹായ ഒരു ഹദീസ് ഒരാളെടുത്തുണ്ട് എന്ന് കേട്ടാൽ അങ്ങ് പോവുമായിരുന്നു. അവർ പറയാറുണ്ടായിരുന്നു, ഇന്ന ഒരാളെടുത്തുണ്ട് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നോട് നിങ്ങൾ അറിയിക്കണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആലയൊക്കെ നിങ്ങൾ ഹദീസിനെ കുറിച്ച് എന്നെക്കാളും അറിയുന്ന ആളാണല്ലോ, ആരെടുത്തെങ്കിലും അങ്ങനെ ഹദീസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. ഇതാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, അറിയിക്കണം, എന്നെ അറിയിക്കണം. ഞാൻ പോയി കണ്ടെത്തി അത് മനസ്സിലാക്കി അതനുസരിച്ചാണ് എൻ്റെ മദ്ഹബ് ഞാൻ തീരുമാനിക്കുക എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു തആല പറഞ്ഞത് കാണാം. അപ്പോൾ ഒരു ഇൽമ് കിട്ടാൻ വേണ്ടിയിട്ട് പല നാട്ടിൽ പോകും. ഷാഫി ഇമാം തന്നെ മക്കത്ത് നിന്ന് പഠിച്ചു, പിന്നീട് അവിടുന്ന് മദീനത്തേക്ക് പോകുന്നു, പിന്നെ അവിടുന്ന് യമനിൽ പോകുന്നു, പിന്നെ അവിടുന്ന് ബഗ്ദാദിലേക്ക് പോകുന്നു, ബഗ്ദാദിൽ നിന്ന് പിന്നെയും മക്കത്തേക്ക് തിരിച്ചു വരുന്നു, പിന്നെയും ബഗ്ദാദിലേക്ക് പോകുന്നു, ബഗ്ദാദിൽ നിന്ന് പിന്നെ മിസ്റിലേക്ക് പോകുന്നു. എന്തിനാണ് ഇതൊക്കെ പോകുന്നത്? വെറുതെ ഗൾഫിൽ പോകുക എന്നുള്ള ലാഘവത്തിലോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതല്ല, ഇൽമ് പഠിക്കാൻ വേണ്ടി. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഉന്നതന്മാരായ മുജ്തഹിദുകളായ ഉലമാഇൻ്റെ അടുത്ത് പോയി ഇൽമ് പഠിക്കാൻ വേണ്ടി അന്വേഷിച്ച് തേടിപ്പിടിച്ച് പോകുന്നതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവൊക്കെ ഹദീസ് പഠനത്തിന് വേണ്ടി ഇൽമു പഠിക്കുന്നതിന് വേണ്ടി നടത്തിയ സഞ്ചാര പദങ്ങൾ ഒരുപാട് വിശാലമാണ്. അത് ഷാഫി ഇമാമിനേക്കാളും കൂടുതൽ അവർ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് തേടിപ്പിടിച്ച് പോകണം. നമ്മൾ എവിടെയാണോ ഇൽമുള്ളത് അങ്ങനെ തേടിപ്പിടിച്ച് പോകണം. ഇൽമ് ഹിക്മത്ത് എന്നൊക്കെ പറയുന്നത് ളാല്ലത്തുൽ മുഅ്മിനാണ്. അത് എവിടുന്ന് കിട്ടിയാലും അത് അതിനെ എടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. വവഫഖനാ ലിൽഇശ്തിഗാലി ബിൽ ഇൽമി അല്ലദീ ഹുവ മിൻ അഫ്ളലിത് ത്വആത്ത്. അല്ലാഹു തആല അൽഹംദുലില്ലാഹി അല്ലദീ യുഫഖിഹു വജഅല. വവഫഖനാ, നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുകയും ചെയ്തു. ലിൽഇശ്തിഗാലി ബിൽ ഇൽമി, ഇൽമുമായി വ്യാപൃതനാവാൻ. അല്ലദീ, ആ ഇൽമ് ഹുവ മിൻ അഫ്ളലി ത്വആത്ത്, അത് ത്വഅത്തുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഏറ്റവും അഫ്ളലി എന്നല്ല, ഏറ്റവും അഫ്ളലിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഏറ്റവും അഫ്ളലിൻ്റെ കൂട്ടത്തിൽപ്പെട്ടത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ ഇൽമാണ് ഏറ്റവും അഫ്ളൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ല, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും വലുത് നിസ്കാരമാണ്. അതെ, നിസ്കാരമാണ്. പക്ഷേ അറിവില്ലാതെ നിസ്കരിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിസ്കാരം ബാത്തിലായി പോകും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇബാദാത്തുകളിൽ പലതും ഫർള് ഐനായതുണ്ട്, ഫർള് കിഫായ ആയതുണ്ട്, സുന്നത്തായതുണ്ട്, സുന്നത്തല്ലാത്തതുണ്ട്, കറാഹത്തായതും, ചിലത് ഹറാമായ ഇൽമുകൾ വരെ ഉണ്ട്. ഈ സിഹറൊക്കെ പഠിക്കൽ ഹറാമാണെന്നുള്ളതാണ് ഉലമാക്കളിൽ ജുംഹൂറും പറയുന്നത്. ഏകദേശം ഉലമാക്കളൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇൽമ്, ഈ ഇബാദാത്തുകൾ തന്നെ വ്യത്യസ്തമായ സംഗതികളുണ്ട്. അതിൽ ഫർള് ഐനായ സംഗതികൾ പഠിച്ചിരിക്കൽ ഫർള് ഐന. നിസ്കാരം എല്ലാ മനുഷ്യർക്കും നിർബന്ധമായ, മുസ്ലിമായ എല്ലാ മനുഷ്യർക്കും നിസ്കാരം ഒഴിഞ്ഞു പോകാൻ പറ്റൂല. അവനക്ക് എന്തായിരുന്നാലും നിസ്കരിച്ചേ പറ്റൂ. രോഗമാണ്, വയ്യ, ആയിക്കോട്ടെ, അവനക്ക് വയ്ക്കും പോലെ ചെയ്ത് വെച്ചാൽ മതി. നിൽക്കാൻ വയ്യ ഇരുന്നോട്ടെ, ഇരിക്കാൻ വയ്യ കിടന്നോട്ടെ, നമ്മളാരും അവനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ചെയ്താൽ മതി. പക്ഷേ കഴിയും പോലെ ചെയ്താൽ മതി, പക്ഷേ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ മസലകൾ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ ദഖീഖായ മസലകളും അറിയണമെന്നല്ല. വതഅല്ലമൻ ഇൽമൻ യുസഹിഹ് ത്വഅതൻ, അവൻ ചെയ്യുന്ന അമൽ സ്വഹീഹാകാൻ മാത്രമുള്ളൊരു ഖദർ പഠിച്ചിരിക്കൽ ഫർള് ഐന.
ഫർള് ഐനാണ്. അപ്പോൾ നിസ്കരിക്കൽ ഫർള് ഐനാണ്, അത് വളരെ അഫ്ളലായ ത്വാഅത്താണ്. പക്ഷേ ആ നിസ്കാരം സ്വഹീഹാകാൻ ആവശ്യമായ അത്ര ഖദ്ർ പഠിച്ചിരിക്കൽ ഫർള് ഐനാണ്, ഫർള് ഐനുമാണ്. ആ നിസ്കാരത്തെക്കാളും അഫ്ളലും അത്രയും ഭാഗം ഇൽമു പഠിക്കലുമാണ്. മനസ്സിലാണല്ലോ. നിസ്കാരത്തിനെക്കുറിച്ച് വിശാലമായ പഠിക്കുക എന്നുള്ളത് നിസ്കാരത്തിനേക്കാളും അഫ്ളലാണ് എന്നല്ല, നിസ്കാരം സ്വഹീഹാകാൻ ആവശ്യമായ ഒരു ഖദ്ർ പഠിക്കലുണ്ടല്ലോ, അത്രയും പഠിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളലായിരിക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ പഠിക്കുക എന്നുള്ളത് നിസ്കരിക്കുക എന്നുള്ള ആ പൊതു കാര്യത്തിനേക്കാളും അഫ്ളലല്ല. കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ മയ്യിത്ത് നിസ്കാരം അത് ഫർള് കിഫായാണ്. മയ്യിത്ത് നിസ്കാരം എന്നുള്ളത് പുണ്യകർമ്മമാണ്, അത് വളരെ അഫ്ളൽ ത്വാഅത്തിൽപ്പെട്ടതിന് വളരെ ഫضലുള്ള സംഗതിയാണ്. പക്ഷേ അതറിയണം, അത് സ്വഹീഹാകാൻ ആവശ്യമായ, അതിൻ്റെ ഫസാദിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ പഠിക്കൽ അത് മയ്യിത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളലാണ്. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്താണ്, ഫضലുള്ള കാര്യമാണ്. പക്ഷേ സുന്നത്ത് നിസ്കാരം സ്വഹീഹാകാൻ ആവശ്യമായ ഒരു ഖദ്ർ പഠിക്കൽ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളലാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനേക്കാളും കൂടുതൽ പഠിക്കുക എന്നുള്ളത് ഈ സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ അല്ലെങ്കിൽ നിസ്കാരത്തേക്കാൾ അഫ്ളലാണ് എന്ന് പറയുന്നില്ല. അതാണ് മിൻ അഫ്ളൽ ത്വാഅത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാഹു ഖിതാമൻ ലിൽ അംബിയാഇ വൽ മുർസലീൻ. സ്വലാത്ത്, സലാം ഇതൊക്കെ സാങ്കേതികമായ ചില പ്രയോഗങ്ങളാണ്. അല്ലാഹു തആല ഒരാൾക്ക് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സലാത്തിലിരിക്കലൊന്നല്ല. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കൃത്യത എന്നുള്ളത് ഇതിപ്പോൾ നമ്മുടെ ഒരു കിതാബിൻ്റെ മുഖദ്ദിമാതിന് അതിൻ്റെ ലഫ്ളും ബിലഫ്ള് അതിൻ്റെ നമ്മളങ്ങനെ ഹല്ല് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഫത്ലുമേ നമുക്കത് കുറച്ചും കൂടെ പറയാം. അലാ മൻ അർസലഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. അലാ മൻ അർസലഹുല്ലാഹ്, അള്ളാഹു തആല ദൂതനാക്കി അയച്ച ആൾക്ക്. എങ്ങനെ അയച്ചത്? ഖിതാമൻ ലിൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാക്കളുടെയും മുർസലീങ്ങളുടെയൊക്കെ അവസാനമായിട്ട് ഖിതാമായിട്ട് അയച്ച അവരാരോ, അതാരാണ്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവരാണല്ലോ ഖാത്തിമുൽ അംബിയാ. അവർക്ക് ശേഷം പിന്നെ ലാ നബിയ ബഅദി, ഞാൻ കഴിഞ്ഞാൽ ഇനി നബിയില്ല എന്നല്ലേ തങ്ങൾ പറഞ്ഞത്. അതിന് ശേഷം പിന്നെ കള്ളപ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവരൊന്നും നിലനിൽപ്പുണ്ടായിട്ടില്ല. അവരൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. നമ്മുടെ കാലത്തും കുറച്ച് മുമ്പ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പറഞ്ഞിട്ട് ഒരാൾ പഞ്ചാബ് ഭാഗത്ത് നിന്ന് വന്നിന്. ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബിൽ നിന്ന് പണ്ടൊരുത്തൻ അങ്ങനെ വന്നിട്ട്, പക്ഷെ അവൻ ഞാൻ നബിയാണെന്ന് പറഞ്ഞിട്ട് വന്നത്. ഇരിക്കട്ടെ. വഅല ആലിഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവസാനത്തെ പ്രവാചകൻ. ആ അവസാനത്തെ പ്രവാചകനായി അല്ലാഹു തആല നിയോഗിച്ച ആ ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. വഅല ആലിഹി, നബി തങ്ങൾക്ക് മാത്രമല്ല തങ്ങളുടെ ആലിനും ഉണ്ടാവട്ടെ. ആല് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. വസ്വഹ്ബിഹി, തങ്ങളെ സ്വഹാബത്തിനും ഉണ്ടാവട്ടെ. ആരാണ് സ്വഹാബത്ത് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഫത്ഹുൽ മുഈൻ ഇതേമാതിരിക്കുള്ള ഇബാറത്തുകൾ വരുന്ന സമയത്ത് നമുക്ക് ഹല്ല് ചെയ്യാം. ഇപ്പോൾ ആല് കുടുംബം നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് പോലെ കുടുംബം സ്വഹാബത്ത് എന്നൊക്കെ മനസ്സിലാക്കിയേക്കാം. അല്ലദീന, അവർ ഷാദുദ്ദീന, ദീനിനെ കെട്ടിപ്പടുത്തവരാണ്. ദീനിനെ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടികൊക്കെ വെച്ച് കണ്ട് വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുക എന്നാണോ? ഏകദേശം അങ്ങനെ തന്നെ. പക്ഷെ അങ്ങനെ ഒരു കെട്ടിടമായിട്ടല്ല. ഈ ദുന്യാവ് മുഴുവൻ അവർ യാത്ര ചെയ്ത് രാജ്യങ്ങൾ ഫത്ഹാക്കി, നാടുകളിൽ ദീനി പ്രചാരണം നടത്തി, ഇൽമു പഠിപ്പിച്ചു, ജിഹാദ് ചെയ്തു. അങ്ങനെ ദീനിനെ കെട്ടിപ്പടുത്ത ആളുകളാണ് അവർ. അവർക്ക് അല്ലാഹുവിൻ്റെ സ്വലാത്തും സലാമും ഒക്കെ ഉണ്ടാവട്ടെ. അമ്മാ ബഅദ്, ഫഖദ് ഖാല റബ്ബുനാ തബാറക വതആല ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വാഇഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഊ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. നമുക്ക് ഖുർആനിൽ കാണാം. അല്ലാഹു തആല പറയുന്ന സൂറത്തു തൗബയിൽ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരുപാട് ജിഹാദുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നബി തങ്ങളുടെ കാലത്ത് മാത്രമൊന്നുമല്ല, എല്ലാ കാലത്തേക്കും ജിഹാദ് ബാധകം തന്നെയാണ്. അതിന് ചില ഷുറൂത്തുകളുണ്ടാവും. ഷുറൂത്ത് പല്ലത്തിനും ഇല്ലേ? നിസ്കാരത്തിനും നോമ്പിനൊക്കെ ഷർത്തില്ലാത്ത എന്താ ഉള്ളത്? അപ്പോൾ അത് ജിഹാദ് ഇല്ലാതായി എന്നൊന്നും പറയാൻ പറ്റില്ല. ഷർത്തുകളൊക്കെ ഉണ്ടാവും,
ഇൻഷാ അല്ലാ അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ തങ്ങളെ കാലത്ത് ഈ ജിഹാദിന് പോകുമ്പോൾ ചില ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് പോകാണ്ട് ബാക്കിയായി. ചില മുനാഫിഖീങ്ങളുണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ചില സ്വഹാബത്ത് തന്നെ ചില കാരണങ്ങളില്ലാതെയൊക്കെ ഇതിൻ്റെ ആയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഒരിക്കൽ ഇങ്ങനെ യുദ്ധത്തിന് പോകാതെ ഇങ്ങനെ മേപ്പോട്ടൊക്കെ കിടന്ന അവസാനം എല്ലാവരും യുദ്ധത്തിന് പോയപ്പോൾ മൂപ്പര് യുദ്ധത്തിന് പോയില്ല. അങ്ങനെ 3 ആളുകളുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര പ്രശ്നമായി, നാട്ടിൽ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് മിണ്ടിയില്ല. അങ്ങനെ കുറേ കാലം അവരോട് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല, തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അവർ സലാം പറഞ്ഞാലും ഉറക്ക സലാം മടക്കില്ല, മെല്ലെ സലാം മടക്കില്ലായിരുന്നു, അവരോട് മുത്ത് സംസാരിക്കില്ല. അങ്ങനെ അവർക്ക് ഭയങ്കര ബോയ്ക്കോട്ട് പ്രഖ്യാപിച്ചിരുന്നു നബി തങ്ങൾ. സ്വഹാബത്തൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അവർക്ക്. അത് ഇൻഷാ അല്ലാഹ് ഒരു വിശാലമായ ചരിത്രമാണ്, നമുക്ക് ഹദീസിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലാഹു തആല വളരെ താക്കീതോടുകൂടെ ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് പക്ഷേ നബി അല്ലാഹു തആല പറയുന്നു മാ കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫ എന്ന് കരുതിയിട്ട് നാട്ടിൽ മുഴുവൻ ആൾക്കാരും അങ്ങോട്ട് ജിഹാദിന് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല, അത് ശരിയല്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീനി വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദിറൂൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ, അന്ന് കുറേ കബീലകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഓരോ നാട്ടിൽ ഓരോ ഓരോ ഏരിയയിലുള്ള ആളുകൾ, ഓരോ ഏരിയക്കാർ, കബീലക്കാർ, അങ്ങനെ ഓരോ കബീലകളും ഒരു ഏരിയക്കാരൊക്കെ ആയിട്ട് അവർ വേറെ തന്നെ ഒരു ടീമായിട്ട് തന്നെ ഉണ്ടാവുക എപ്പോഴും എക്കാലത്തുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ പാടെ ഒന്നിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ഒരു ഏകീകൃത ഭാവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്ന്. അത് വേറെ കഥ. അവർക്കട്ടെ ഈ ഫിർഖത്തുകളിൽപ്പെട്ട, ഈ ഗോത്രങ്ങളിൽപ്പെട്ട, ഈ ഗ്രൂപ്പുകളിൽപ്പെട്ട ഓരോ ആളുകളിൽ നിന്നും കുറച്ച് ആളുകൾക്ക് ഫലൗലാ നഫറ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാനാണ്. അപ്പോൾ കുറച്ചാളുകൾക്ക് ത്വായിഫത്തുൻ, ഒരു ടീമിന്, അപ്പോൾ എല്ലാ സംഘത്തിൽ നിന്നും ഒരു ടീം കുറച്ചാൾക്കാരോട് പോയിട്ട് യുദ്ധത്തിന് പോയിട്ട് കുറച്ചാൾക്കാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാണ്. നബി തങ്ങൾ ചില യുദ്ധങ്ങൾക്ക് നബി തങ്ങൾ പോവാറില്ല, ചില യുദ്ധങ്ങൾക്ക് നബി തങ്ങൾ പോകാറുണ്ട്. പോയ യുദ്ധത്തിന് ഖസ്വത്തെന്നും അല്ലാത്തതിന് സരിയ്യത്തെന്നും പറയും. ഈ നബി തങ്ങൾ പോകാത്തത് ഇന്നത്തെ പോലെ രാഷ്ട്രീയക്കാരെ പോലെ നേതാക്കന്മാർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആഹ്വാനം ചെയ്യാം, അണികൾ തല്ലുണ്ടാക്കാൻ പോവുക, അടി കിട്ടുന്നതും വിട്ടുകൊള്ളുന്നതൊക്കെ അവർക്ക് അങ്ങനെ ആവുക എന്നതിന് വേണ്ടിയല്ല തങ്ങൾ പോവാതെ തങ്ങൾ ശരീഅത്തിന് അയക്കുന്നത്. മറിച്ച് നബി തങ്ങൾ തന്നെ പല യുദ്ധങ്ങളിലും നബി തങ്ങൾ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിന് ഖസ്വത്ത് എന്ന് പറയും. ശരീഅത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ പോകണ്ട എന്ന് അല്ലാഹുവിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുമ്പോൾ പോകില്ല. അതിന് പല കാരണങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അവിടെ മദീനത്ത് അവശേഷിക്കുന്ന ആളുകൾക്ക് ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുക്കണം, ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാവരും പോടങ്ങ് പോയി കഴിഞ്ഞാൽ സംഗതി പ്രശ്നമാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹു തആല പറയാണ്, എന്തേ കുറച്ചാളുകൾക്ക് പോയാൽ പോരെ, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ ത്വായിഫത്തുൻ, നിങ്ങളെ കൂട്ടുന്ന എല്ലാ ആളുകളിൽ നിന്നും ഒരു ത്വായിഫത്ത്, ഒരു നല്ലൊരു ശതമാനം ആളുകളങ്ങ് പോവുക, കുറച്ചാളുകൾ അവിടെ ബാക്കിയാവുകയും ചെയ്യുക. എന്തിനാണ് അവർ ബാക്കിയാവുക എന്ന് പറയുന്നത്? ലിയതഫഖഹു ഫിദ്ദീനി, എന്നിട്ട് അവർ നാട്ടിൽ ഇവിടെ നിന്നിട്ട് ദീനിൽ തഫഖുഹാവട്ടെ, ദീനീ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കട്ടെ, ഫിഖ് ഹലാൽ ഹറാമുകൾ പഠിച്ച് മനസ്സിലാക്കട്ടെ. എന്നിട്ട് വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം, എന്നിട്ട് അവരുടെ ഓരോ ഗ്രൂപ്പുകളിൽ നിന്നും പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ, ജിഹാദ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ശരീഅത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്ക് ഇവർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതാ ഇങ്ങനെയൊക്കെ ആയത്തിറങ്ങിയിട്ടുണ്ട്, നബി തങ്ങൾ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കിബാർ സ്വഹാബത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണുള്ളത്, നിങ്ങൾ ശ്രദ്ധയിലുണ്ടായിരിക്കണേ എന്നൊരു ജാഗരൂകരാകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അർത്ഥം. ഇദാ റജഉ ഇലൈഹിം, യുദ്ധം കഴിഞ്ഞവർ തിരിച്ചു വരുന്ന സമയത്ത്. അതെന്തിനാണത്? ലഅല്ലഹും യഹ്ദറൂൻ, അവർക്കൊരു ജാഗരണം, ഒരു ജാഗ്രത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ആയത്തിൽ നിന്ന്? ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പരമപ്രധാനമായ സംഭവമാണ്, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ പോകാതിരുന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹും റസൂലൊക്കെ വളരെയേറെ അവരോട് കോപിക്കുകയും അവർക്കെതിരെ ബോയ്ക്കോട്ട് പ്രഖ്യാപിക്കുകയും മൂര്യവിലക്ക് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ സംഗതിയാണ് ജിഹാദ്. എന്നിട്ടും അള്ളാഹ് പോണം, അതിനെല്ലാവരും കൂടെ പോകണം. കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുക, ഒരു ത്വായിഫത്ത് പോയിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുക, എന്നിട്ട് അവരുടെ ദീൻ പഠിക്കുക,
വന്ന ആൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ദീന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ജിഹാദിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നാണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. പിന്നെ വേറൊരു ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമാണോ എന്ന് ചോദിച്ചാൽ അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ട് നമ്മളോട് ചോദിക്കല്ലേ. ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ പല കോലത്തിലുണ്ടാവും. അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് അറിയാൻ വേണ്ടി ചോദിക്കല്, സംഗതി അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ചോദ്യം. അതൊക്കെ നമുക്ക് സാധാരണ അറിയാം. ചില ചോദ്യങ്ങൾ ആളെ കളിയാക്കുന്ന ചോദ്യം ഉണ്ടാവും, ചില ചോദ്യങ്ങൾ ഇൻകാറിൻ്റെ ചോദ്യം ഉണ്ടാവും, ചില ചോദ്യം പിന്നെ തഹക്കുമിൻ്റെ ചോദ്യം, അങ്ങനെ പല വിധത്തിൽ ചോദ്യം ഉണ്ടാവും. ഇൻകാറിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അല്ലല്ലോ എന്നറിയിക്കുന്നതാണ്. അതായത് ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇതിപ്പം കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താ കണ്ണടച്ച ഇരുട്ടാവുമോ എന്ന് ചോദിച്ചാൽ, കണ്ണടച്ച ഇരുട്ടാവുമോ എന്നുള്ള എനിക്ക് അറിയാത്തതുകൊണ്ട് വേണ്ടി ചോദിക്കുകയാണോ? അല്ല, കണ്ണടച്ച ഇരുട്ടാവില്ലല്ലോ എന്ന് പറയാണ്. ചിലപ്പോൾ ഇതെന്താ വെള്ളരിക്കാപ്പെടണ എന്ന് വെച്ചാൽ, ഇത് വെള്ളരിക്കാപ്പെടണം എന്ന് കിട്ടാൻ ചോദിച്ചു വരാം, അങ്ങനെ പറയുമോ? അതില്ലല്ലോ. കാരണം ഇത് അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല, അത് അല്ലല്ലോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല എന്ന് എന്താ പൊട്ടന എന്ന് ചോദിച്ചാൽ, നീ പൊട്ടനാണോ? അല്ലല്ലോ, പിന്നെ എന്തെങ്ങനെ സംസാരിക്കുന്നത് എന്ന നിലക്കാണ് ചോദ്യം. അതേ ചോദ്യമാണ് ഇവിടെ. എന്താ വിവരമുള്ളവർക്കും വിവരമില്ലാത്തവരെ കണക്കാ എന്ന് നിങ്ങൾ പറയുന്നത്? ആ വിവരമുള്ളവരും വിവരമില്ലാത്തവരും കണക്കല്ല, വിവരമുള്ളവർക്ക് സ്ഥാനമുണ്ട് എന്നാണ്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, വിവരമുള്ള ആളുകൾക്ക് അല്ലാഹു തആല ഒരുപാട് വലിയ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. വറവ ശൈഖാനി ഫീ സ്വഹീഹൈഹിമാ, ബഹുമാനപ്പെട്ട ഷെയ്ഖാനി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. ഷാഫിഈ മദ്ഹബിൽ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ഇമാമുന റാഫി റളിയല്ലാഹു തആല അൻഹും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഇമാം നവവി റഹിമഹുല്ലാഹ് തങ്ങളുമാണ്. അതേ സമയത്ത് ഹദീസൊക്കെ പറയുന്ന സമയത്ത് ഷെയ്ഖാനി എന്ന് പറയുമ്പോൾ അത് ബഹുമാനപ്പെട്ട ഇമാമുനൽ ബുഖാരിയും അതുപോലെ തന്നെ ഇമാമുന മുസ്ലിം റളിയല്ലാഹു തആല അൻഹു, മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് റളിയല്ലാഹു തആല അവരാണ്. അപ്പോൾ അവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫി സ്വഹീഹൈഹിമ, ഇമാം ബുഖാരി റളിയല്ലാഹു സ്വഹീഹുൽ ബുഖാരിയിലും ഇമാം മുസ്ലിം റളിയല്ലാഹു സ്വഹീഹ് മുസ്ലിമിലും റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൻ മുആവിയത ബിനി അബി സുഫിയാന അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മുആവിയത്ത് ബിൻ അബി സുഫിയാൻ പറയുന്നത് അവരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഇമാം മുസ്ലിം റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്. യഖൂലു, എന്താണ് നബി തങ്ങൾ പറയുന്നത്? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും അല്ലാഹു തആല ഖൈർ ഉദ്ദേശിക്കുമെങ്കിൽ, മൻ ആരെങ്കിലും, യുരിദില്ലാഹു അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ബിഹി അവനെ കൊണ്ട് ഖൈറൻ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, യുഫഖിഹ് അവനക്ക് ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുക്കും, അവനക്ക് ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുക്കും, ഫിദ്ദീനി ദീനിലുള്ള ഫിഖ്ഹ് അവനക്ക് അല്ലാഹ് പഠിപ്പിക്കും. ഇവിടെ മൻ എന്നുള്ളത് ഷർത്താണ്, യുരീദ് എന്നുള്ളത് മൻ യുരീദ് ഷർത്തിയായ ഖളിയാണ്, യുഫഖിഹ് എന്നുള്ള അതിന് ജവാബിയായ ഖളിയാണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഈ മൻ മാ മത മഹ്മ എന്നൊക്കെ മുലാരിയായ ഫീൽഡിൽ കടന്നു കഴിഞ്ഞാൽ അതിന് ജസ്മ് ചെയ്യും, അതിൻ്റെ ജവാബും മുലാരിയാണ്, ജവാബിനും ജസ്മ് ചെയ്യും. മൻ യുരീദി എന്നെന്താ പറയണത്? മൻ യുരീദ് എന്നല്ല പറയേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മൻ യുരീദി എന്ന് പറയണത് അതിൻ്റെ ശേഷമുള്ള അള്ളാഹു എന്നുള്ള അവിടെ യുരീദ് എന്നുള്ളത് സുക്കൂനാണ്, അതിൻ്റെ ശേഷം വരുന്നതും സുക്കൂൻ തന്നെയാണ്. അള്ളാഹു എന്നതിൻ്റെ ലാമിന് സുക്കൂനല്ല വരുന്നത്, അലിഫ്ലാം മാറ്റി നിർത്തിയാൽ തന്നെ ലാമിനും സുക്കൂനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യുരീദിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് ഇൽത്തിഖാഉ സാക്കിനീന് വരും. ഇൽത്തിഖാഉ സാക്കിനീന് വന്നാൽ ഇൻ സാക്കിനാനിൽ തഖയക്സിർ മാ സബഖ് വഇൻ യകുൻ ലീനം ഫഹദ്ഫുഹു ഇസ്തഹഖ് എന്നല്ലേ. അപ്പോൾ ആദ്യത്തേന് കസ്ർ കൊടുക്കും, രണ്ട് സുക്കൂൻ ഉണ്ട് സാക്കിനീന് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തതിന് ലീനിൻ്റെ ഹർഫായ അലിഫോ വാവോ യാവോ അല്ലെങ്കിൽ അതിന് കസ്ർ കൊടുക്കും. അതെല്ലായിടത്തും കസ്ർ കൊടുക്കുകയൊന്നുമില്ല, പൊതുവെ കസ്ർ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി. ഓക്കെ. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഫഖാഹത്ത് നൽകുന്നതാണ് അല്ലാഹു തആല ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. വഇന്നമാ അന ഖാസിമു വല്ലാഹു യുഅതി, അല്ലാഹു തആലയാണ് നൽകുന്നത്, ഞാൻ ഈ വിവരങ്ങൾ ഖാസിം മാത്രമാണ്. പൈസക്കുള്ള ആളുകളും പൈസ അങ്ങനെ കൊടുക്കുന്നത് ആരാണ്? ഇതിന് യഥാർത്ഥ മുതലാളി അല്ലാഹു തആല. ഞാൻ
അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോൾ ചില മുതലാളിമാർ പൈസക്കാർക്ക് മുമ്പിലേക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മളെടുത്ത് പൈസ തരും. അപ്പോൾ നമ്മളത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ സംഘടനാപരമായിട്ട് കിറ്റ് കൊടുക്കുന്നത് ആരാണ്? ചില മുതലാളിമാരും കൊടുക്കുന്നില്ല, നമ്മൾ സംഘടന അത് ഏറ്റെടുത്തുകൊണ്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ആസിവ് മാത്രം കൊടുക്കുന്ന യഥാർത്ഥ മുതലാളി ഈ മുതലാളിയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ആ മുതലാളിക്ക് കൊടുത്ത അള്ളാഹുത്തലാണ്. നമ്മളിപ്പോൾ ഇത് ലാഹിറിൽ പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ ബാത്തിൽ എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഇൽമ് പറഞ്ഞു തരും. എൻ്റെ അടുത്ത് അള്ളാഹു തആല ഇങ്ങോട്ട് എത്തിക്കാൻ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, എല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഒന്നും ഞാൻ മറച്ചു വെക്കൂല, അതെല്ലാം പറഞ്ഞു തരും. പക്ഷേ ഈ പറഞ്ഞു തന്ന എല്ലാവർക്കും എല്ലാം മനസ്സിലാകുമെന്നില്ല. അതിന് ചില ആൾക്ക് മനസ്സിലാവും, ചില ആൾക്ക് അത്രയൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് സ്വഹാബത്തിൽ ചില ആളുകളൊക്കെ ഇജ്തിഹാദിൻ്റെ പദവി എത്തിയ വലിയ വലിയ ആളുകളുണ്ടായിരുന്നു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു പോലെ, ഖുലഫാഉർ റാഷിദീങ്ങളെ പോലെ, സയ്യിദ് ബിൻ സാബിത്ത് തങ്ങളെ പോലെ, അങ്ങനെ ഇബ്നു മസ്ഊദ് തങ്ങളെ പോലെ വലിയ വലിയ ആളുകളുണ്ടായിരുന്നത്. അതേ സമയത്ത് നബി തങ്ങളെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്നു ഒക്കെ ചെയ്താലും, കുറേ കാലമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത്രയൊന്നും വലിയ ഫഖഹാത്തില്ലാത്ത ആളുകളുമുണ്ട്. എന്ന് മാത്രമല്ല, നബി തങ്ങൾ ചില ഹദീസിൽ പറഞ്ഞാണ്, ബല്ലിഗു അന്നി വലു ആയ, ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ അടുത്ത ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം, അടുത്ത തലമുറക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ, എൻ്റെത് നേരിട്ട് കേട്ട ആളുകളിൽക്കാട്ടിലും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആളുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അവരായിരിക്കും ചിലപ്പോൾ. അങ്ങനത്തെ കുറേ ആളുകളുണ്ടാവും. മുജ്തഹിദുകളായ ഉലമാക്കളെക്കുറിച്ച്, അബൂ ഹനീഫ് ഇമാം തങ്ങളെക്കുറിച്ച്, മാലിക് ഇമാമിനെക്കുറിച്ച്, സുഫിയാൻ ബിൻ ഉയൈനയെക്കുറിച്ച്, സുഫിയാൻ സൗരിയെക്കുറിച്ച്, സയ്യിദ്നാ ഷാഫിഈ ഇമാമിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഹസൻ ബസ്രി തങ്ങളെക്കുറിച്ചൊക്കെയാണ്. അതുപോലെ തന്നെ സഈദ് ബിൻ മുസയ്യിബ്, അങ്ങനെ ഫുഖഹാക്കൾ വലിയ അതിന് ശേഷം വന്ന മുജ്തഹിദുകളെക്കുറിച്ചാണ് പറഞ്ഞത്. അവർ സത്യത്തിൽ അവർ സ്വഹാബത്ത് എന്നുള്ള ഫضل അവർക്കില്ലെങ്കിലും ഇൽമു കൊണ്ട് സ്വഹാബത്തിൻ്റെ മേലെയാണ് അവർ. റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ. പക്ഷേ എന്തായിട്ടും കാര്യമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വട്ടം കാണുകയും നബി തങ്ങളെ കൂടെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ അവർക്കുള്ള ഫضل വേറൊരാൾക്ക് എങ്ങനെ എഴുതത്തില്ല. സ്വഹാബത്തിൻ്റെ ഫضل വേറെ തന്നെ, അത് വേറെ വളരെ മുകളിലാണ്. എത്ര ഇബാദത്ത് ചെയ്തിട്ടൊന്നും കാര്യമില്ല. സ്വഹാബത്ത് അങ്ങനെ ഇബാദത്ത് എടുക്കുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ല എല്ലാവരും ഒന്നും. പക്ഷേ എത്ര ഇബാദത്ത് എടുത്താലും ഇല്ലെങ്കിലും ശരി, അവർക്കാണ് ഫضل. അവർ കഴിഞ്ഞിട്ട് ഇനി എത്ര വലിയ ഔലിയായി കിറാമുള്ളൂ, എത്ര വലിയ ഉലമായ കിറാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇൽമിൻ്റെ ഫഖാഹത്ത് എന്നുള്ള ആ മഹത്തായ സംഭവം അത് ചിലപ്പം സ്വഹാബത്തിനേക്കാളും ചിലപ്പം ശേഷം വന്ന ആളുകൾക്കുണ്ടാവാം. അതാണ് നബി തങ്ങൾ പറഞ്ഞ വായന, ഇന്നമ അന ഖാസിമുൻ, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്, അല്ലാഹു തആലയാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരും. അതിലെ ഫിഖ്ഹ് എത്രത്തോളം നിങ്ങൾക്ക് ഗ്രാഹ്യമാകുന്നു എന്നുള്ളത് എൻ്റെ വിഷയമാവില്ല, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരവാദില്ല. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമ്പത്തൊക്കെ പൈസ പിന്നെ യുദ്ധത്തിൽ ആർജിത മുതലുകൾ വീതിക്കുന്ന സമയത്ത് അതെല്ലാവരും കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കും. നബി തങ്ങൾക്ക് എല്ലാവരും കൊടുക്കാം. ഇൽമും ഫിഖ്ഹും അങ്ങനെ നടക്കില്ല. പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ നിങ്ങളെ ക്ലാസ് എടുക്കുന്നു, കുറേ കുട്ടികളുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കും. അതിൽ ചിലവർക്ക് കൂടുതൽ മനസ്സിലാവും, ചിലർ കുറച്ചായി മനസ്സിലാവുള്ളൂ, സ്വാഭാവികമല്ലേ. അപ്പോൾ ഞാൻ ഖാസിമാണ്, അത് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ച് തന്ന് അവിടെ ആ ഒരു ഫിഖ്ഹിൻ്റെ ഒരു സ്പാർക്കിൽ തീ കൊടുക്കേണ്ടത്, സ്പാർക്ക് കത്തിക്കേണ്ടത് അള്ളാഹാണെന്ന് അർത്ഥം. മനസ്സിലാവുണ്ടോ? ولن تزال هذه الأمة قائمة على أمر الله لا يضرهم من خالفهم حتى يأتي أمر الله ولن تزال طائفة من هذه الأمة أو ولن تزال هذه الأمة قائمة على أمر الله. ഇത് വ്യത്യസ്തമായ റിവായത്തുകൾ ഈ ഹദീസിൽ വന്നിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. ചിലതിൽ വലൻ തസാല ത്വായിഫത്തും മിൻ ഹാദിഹിൽ ഉമ്മ എന്നാണുള്ളത്, ചിലതിലുള്ളത് വലൻ യസാലൽ ഗർബു വലൻ യസാല അഹ്ലുൽ ഗർബി ഖായിമൻ അലാ അംരില്ലാഹി എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ആയത്തിൻ്റെ ഹദീസിൻ്റെ അർത്ഥാദ്യം പറയാം അല്ലേ. ഈ ഉമ്മത്ത് അല്ലെങ്കിൽ ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ലൻ തസാല, നമ്മൾ പണ്ട് പഠിച്ച കാനാഹവാത്ത് പഠിച്ച ലായസാലു, മസാല, ലയ്യസാല, അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള സംഗതിയാണ്. അതിൻ്റെ അമലെന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ.
ലൻ തസാല ഹാദിഹിൽ ഉമ്മത്തു, അതിൽ ഉമ്മത്തു ലൻ തസാലിൻ്റെ ഇസ്മ ഖായിമത്തൻ, അതിൻ്റെ ഖബർ. ഓക്കെ, ഈ ഉമ്മത്ത് ആവും, അവരായിക്കൊണ്ടേയിരിക്കും. ഖായിമത്തൻ അല അംരില്ല, അള്ളാഹുവിൻ്റെ നിയമവിലക്കുകളിൽ, അള്ളാഹുവിൻ്റെ അമ്രിൽ അതിൽ തന്നെ നിലകൊള്ളുന്ന ആളുകളായിരിക്കും. അതിൽ നിന്ന് മാറൂല, അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ നിന്ന് അങ്ങോട്ടോ മാറൂല. ലാ യളുറുഹും മൻ ഖാലഫഹും, അവരുടെ എതിരാളികൾ ആരാണ്, അവരോട് എതിരിടുന്നത് ആരാണ് എന്നുള്ളത് അവർക്ക് ഒരു പ്രശ്നമേ ആയിരിക്കില്ല. ഹത്താ യഅ്തിയ അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ അമ്ര അഥവാ ഖിയാമത്ത് നാൾ വരുന്നത് വരെ. ഇത് പലപ്പോഴും പല ആളുകളും സംഘടനക്കാരൊക്കെ ഞങ്ങളതാണ്, ഞങ്ങളെ ഉമ്മത്താണ്, ഞങ്ങളാണ് ആ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അത് വേറെ കഥ. പക്ഷേ ഇത് ആയത്ത് ഹദീസിൻ്റെ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെയല്ല. ജിഹാദിനായിട്ട് ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ഉണ്ടാവും. അത് അസ്കലാനിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകളാണ് എന്ന് ചില റിവായത്തുകളിലും ചില ഉലമാവിൻ്റെയൊക്കെ പ്രസ്താവനകളിലൂടെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ചിലയിടത്ത് വലൈൻ യസാല അഹ്ലുൽ ഗർബി എന്നുള്ള റിവായത്തുണ്ട്. ഏതായാലും അല്ലാഹു അലം. അലാ കുല്ലി ഹാലിൻ, ഇപ്പോൾ ഫിലിസ്തീൻ പ്രശ്നമായ സമയത്ത് ഞങ്ങളാണ് എപ്പോഴും ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സോ ഞങ്ങളാണ് ആ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ട് അവരിൽ പലരും മുന്നോട്ട് വരുന്നുണ്ട്. ഏതായിരുന്നാലും വേണ്ടില്ല, നമ്മളെ ചർച്ച ഇവിടെ മയ്യുരിദില്ലാഹു ബി ഖൈറിൻ യുഫഖിഹു ഫിദ്ദീൻ വ ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ചർച്ച. ഓക്കെ, വറവയ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹും ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹും രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഐലൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നല്ല, അവർ മറ്റേ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഹദീസ് നമ്മൾ പറയാൻ പോകുന്ന ഹദീസ് റിപ്പോർട്ട് ഐലൻ എനിക്ക് വീണ്ടും എന്നർത്ഥമില്ല, ഓൾസോ ഇതും എന്നുള്ള മായനയാണുള്ളത് കേട്ടോ, അത് മനസ്സിലാക്കണേ. അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഖാല, നബി തങ്ങൾ പറഞ്ഞു, തജിദൂനന്നാസ മആദിന ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാമി ഇദാ ഫഖിഹു. വേറെ ചില ഹദീസിൽ കാണാം എന്താണ്, അന്നാസു മആദിനു കമആദിനി ദഹബി വൽ ഫിദ്ദ ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാമി ഇദാ ഫഖിഹു. ഈ രണ്ട് ഹദീസ് രണ്ടും സ്വഹീഹാണ്. അതിൽ കുറച്ചും കൂടെ ഭേദപ്പെട്ട, കുറച്ചും കൂടെ സ്വഹത്ത് കൂടുതലുള്ളത് ഈ ഹദീസ് ആയതുകൊണ്ടാണ് ഈ ഹദീസ് കൊടുത്തത്. പൊതുവെ ഹദീസിൽ സ്വഹീഹായ ഹദീസുകൾ മാത്രം ഞാൻ എപ്പോഴും, എൻ്റെ ഒരു രീതി അങ്ങനെയുണ്ട്, എപ്പോഴും സ്വഹീഹായ ഹദീസ് ഉണ്ടെങ്കിൽ അതേ കൊടുക്കുള്ളൂ. മുത്തക്കല്ലം ഫീ ഹദീസ് കൊടുക്കാറില്ല. മറ്റേ ഹദീസ് മുത്തക്കല്ലം ഫീ അല്ല, എന്നാൽ ആ സ്വഹീഹ് കൂടുതൽ ഇതായതുകൊണ്ട് ഇത് കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, തജിദൂനന്നാസ മആദിന, നിങ്ങൾക്ക് കാണാം ആളുകളൊക്കെ ഒരു മഅദിനുകളാണ്, ഖനികളാണ്. മറ്റേ ഹദീസിൽ പറഞ്ഞത് അന്നാസു മആദിനു കമആദിനി ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിൻ്റെയും അതുപോലെ തന്നെ വെള്ളിയുടെയും അതുപോലെ മറ്റ് ലോഹങ്ങളുടെയും ഒക്കെ ഖനികളുണ്ടല്ലോ. സ്വർണ്ണഖനി, വെള്ളിയുടെ ഖനി ഉണ്ടാവും, കുഴിച്ചെടുക്കുന്നതല്ല അതൊക്കെ ഭൂമിയിൽ നിന്ന്. ഇരുമ്പ് അയിരികൾ കുഴിച്ചെടുത്തിട്ടാണ് എല്ലാ ലോഹങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കണം, അല്ലാണ്ട് വേറെ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ കുഴിച്ചെടുത്ത് അത് ശുദ്ധീകരിച്ചെടുക്കേണ്ടി വരും. പെട്രോളൊക്കെ അങ്ങനെയല്ലേ, ഇതൊക്കെ അങ്ങനെയാണ് ഓരോ സാധനം കുഴിച്ചെടുക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് മനുഷ്യനും. തജിദൂനന്നാസ മആദിന, മഅദിനുകളാണ് ഓരോ മനുഷ്യരുടെയും ഓരോരോ ഖനികളാണ്. ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം. ആ പറഞ്ഞതിൻ്റെ മായന എന്താണ്? തജിദൂനന്നാസ മആദിന അല്ലെങ്കിൽ അന്നാസു മആദിനു കമആദിനി ദഹബി വൽ ഫിദ്ദ. അതുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്, ഏതൊരു മനുഷ്യനും യഥാർത്ഥത്തിൽ ഹഖീഖത്തിൽ അവന് എല്ലാവരും എന്നുള്ള അർത്ഥത്തിലല്ല, പൊതുവെ മനുഷ്യർ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ, 10 ഗുണം 10 ഗുണം എന്ന് പറയല്ലേ, ഇങ്ങനെ തന്നെയാണ്. നല്ലതിൽ നിന്ന് നല്ലത് മുളക്കും. സ്വർണ്ണഖനിയിൽ നിന്ന് നമുക്ക് ഇരുമ്പ് ഖനിയല്ല കിട്ടുക, ഇരുമ്പ് ഖനിയിൽ നമുക്ക് സ്വർണ്ണമല്ല കിട്ടുക. പെട്രോളിൻ്റെ ഖനിയിൽ നിന്ന് നമുക്ക് വേറെ എന്തെങ്കിലും അല്ല കിട്ടുക. മണ്ണെണ്ണ ഖനിയിൽ നിന്ന് നമുക്ക് പെട്രോളല്ല കിട്ടുക. ഓരോന്നിനും അതിൻ്റേതായ രീതിയാണ്, പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ എന്നതുപോലെ തന്നെയാണ് പൊതുവെ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. എന്താ, നല്ല തറവാട്ട് പറഞ്ഞ നല്ല ഉന്നത കുലജാതന്മാരായിട്ടുള്ള നല്ല ആളുകൾ, അവരുടെ മക്കളും അതിനനുസരിച്ചുണ്ടാവും. അപ്പോൾ ഇസ്ലാമിൽ ഈ കുലമഹിമയൊക്കെ ഉണ്ടോ? കുലമഹിമയുണ്ട്. അതെങ്ങനെ? നിങ്ങൾ പറയുന്നത് പോലുള്ളൊരു കുലമഹിമയല്ല എന്ന് മാത്രം. പിന്നെ എന്താണ് ആ കുലമഹിമയുടെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്,
മറ്റു മതങ്ങളിലെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഉന്നത കുലന ഓൻ അവിടെ തൊടാൻ പാടില്ല, ഓനെ തൊടാൻ പാടില്ല, നോക്കാൻ പാടില്ല, അവനക്ക് ഇന്നടുത്ത് കയറാൻ പാടില്ല, മറ്റുള്ളവർ സഞ്ചരിക്കുന്നത് പോലെ ഇവനക്ക് സഞ്ചരിക്കാൻ പാടില്ല, അവരുടെ വഴിയിൽ കയറാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഓരോ നിയമങ്ങളില്ല. അങ്ങനെയൊന്നുമില്ല. മനുഷ്യരെല്ലാവരും അള്ളാഹുവിന് മുമ്പിൽ തുല്യരാണ്, എല്ലാവരും തുല്യരാണ്. പക്ഷേ ഇങ്ങനൊരു യാഥാർത്ഥ്യമുണ്ട്. ഇതൊരു യാഥാർത്ഥ്യം, അത് മനുഷ്യന്മാർക്ക് എതിർക്കാൻ പറ്റില്ല. പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോഴും കോരൻ്റെ മോൻ കോരൻ തന്നെ അങ്ങനെയില്ല. കോരൻ്റെ മോൻ ചിലപ്പോൾ മുഖ്യമന്ത്രിയായി ഉയർന്ന് ഒന്നൊക്കെ ചെയ്തേക്കാം, അത് വേറെ കഥ. കള്ളിയെത്തുകാരൻ്റെ മകൻ എപ്പോഴും കള്ളിയെത്തുകാരനാവണം എന്നില്ല, ചിലപ്പോൾ അയാൾ മുഖ്യമന്ത്രിയായി കയറി വന്നേക്കാം, അതൊക്കെ വേറെ കഥ. എന്നാൽ പൊതുവെ കള്ളിയെത്തുകാരൻ്റെ മകൻ കള്ളിയെത്തുകാരനായി തന്നെ ഉണ്ടായാലാണ് പൊതുവെ നമ്മൾ കാണാറുള്ളത്. മുടിവെട്ടുകാരൻ്റെ മകൻ മുടിവെട്ടുകാരനായി തന്നെ പോകും. ചിലപ്പോൾ ഗൾഫിലേക്ക് പോയി നന്നായി വേറെ പണിയൊക്കെ എടുത്താലോ, അല്ലെങ്കിൽ പഠിച്ച് വലിയ ഉഷാറായാലും ആവാം, ഇല്ല എന്നില്ല. പക്ഷെ പൊതുവെ നമ്മൾ കാണാറുള്ളത് നല്ല ഉന്നത ഒരു ആഭിജാത്യമുള്ള ഉള്ള ആളുകൾ, അവരിലും ആ ഒരു ആഭിജാത്യം കാണാൻ സാധിക്കും, ആ ഒരു പ്രതാപം അവരിലും കാണാൻ സാധിക്കും. പൊതുവെ ഉന്നത കുലത്തിൽ ജനിച്ച ആളുകൾക്ക് അതില്ലാതിരിക്കാമല്ലോ, ആഭിജാത്യമുണ്ട്, പക്ഷേ അവനിൽ ആ ഒരു സിഫാത്തുകൾ കാണുന്നില്ല. അങ്ങനെ ഉണ്ടാവാം. പൊതുവെ അങ്ങനെ അല്ല, തിരിച്ചാണ് ഉണ്ടാവുക. ഉന്നത കുലജാതരായ അല്ലെങ്കിൽ നല്ല തറവാട്ടിൽ ജനിച്ച കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾക്ക് ജനിക്കുന്ന ആളുകൾ പൊതുവെ കഴിവും പ്രാപ്തിയുള്ള ആളുകളായിട്ട് തന്നെ ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ്. പിന്നെ ഇസ്ലാമിലെ ഈ ആഭിജാത്യ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ തങ്ങന്മാർക്ക് ഫضലുണ്ടോ? തങ്ങന്മാർക്ക് ഫضലുണ്ട്. തങ്ങന്മാർക്ക് ഫضൽ എന്ന് പറഞ്ഞാൽ ഷറഫുൻ നസബുണ്ട്, അവരുടെ നസബ് അതിന് ഫضലുള്ളതായിട്ട് നമ്മൾ അംഗീകരിക്കും. ഉലമാഇൻ്റെ കുലത്തിൽ പിറന്ന ആളുകൾക്ക് ഷറഫുൻ നസബുണ്ട്, അത് നമ്മൾ അംഗീകരിക്കും. അത് നമ്മൾ ഇപ്പോൾ മസല അതൊക്കെ വലിയൊരു സംഭവമാത്മകമായിട്ടൊന്നുമില്ല. ഇപ്പോൾ കല്യാണം പറയുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് തങ്ങന്മാരെ മറ്റില്ലാത്തൊരു കെട്ടിക്കുന്നതിന് വിരോധമൊന്നുമില്ല, മറ്റൊടുത്ത് പറഞ്ഞതുപോലെ ആ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതൊരു കഫാഅത്ത് എന്ന സംഗതി ഉണ്ട്. നിക്കാഹിൻ്റെ ബാബോധന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ, ചില ഇമാമത്ത്, ഖിലാഫത്ത്, ഒരു കാര്യം ഒരു സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതിൽ അതിനൊക്കെ നമ്മൾ ചിലപ്പോൾ ആഭിജാത്യം പരിഗണിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പം അങ്ങനത്തെവർക്കായിരിക്കും ചിലപ്പോൾ നേതൃഗുണമുണ്ടാവുക. വലിയ ഗുണത്തിന് ജനിച്ചാലും ചിലപ്പോൾ 10 ദിവസമൊക്കെ പറ്റാത്ത ബലൂണുകൾ ഉണ്ടാവും, അത് വേറെ കഥ. എന്നിട്ട് അവരെ ബാക്കിൽ നിന്ന് ചില ആളുകൾ വേറെ ആളുകൾ തോണി തൊഴിയുന്ന ആളുകൾ ഉണ്ടാവാം, ഇല്ല എന്നല്ല. പൊതുവെ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പൊതുവെ നബി തങ്ങൾ പറഞ്ഞാണ് തജിദൂന അന്നാസ മആദിന, അല്ലെങ്കിൽ അന്നാസു മആദിനു കമആദിന ദഹബി വൽ ഫിദ്ദ ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉന്നത കുലരായിരുന്ന, നല്ലവരായിരുന്ന, മഹത്തുക്കളായിരുന്ന ആളുകൾ ആരൊക്കെ? അവരൊക്കെ ഇസ്ലാമിലും അതേ സ്ഥാനം അവർക്ക് കൊടുക്കും. കാരണം അവരുടെ ആഭിജാത്യം നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താ? ഇതാ ഫഖിഹു, മതകാര്യങ്ങളിൽ അവർക്ക് ധർമ്മബോധം ഉണ്ടെങ്കിൽ മാത്രമാണ്, അവരിൽ അതിനെക്കുറിച്ച് അവർക്ക് ജ്ഞാനമുണ്ടെങ്കിൽ മാത്രം. എന്തിൻ്റെ അടിസ്ഥാനം ഫിഖാണ്. ഫിഖില്ലാത്ത തങ്ങൾക്ക് ഫിഖുള്ള സാധാരണക്കാരൻ്റെ അത്ര ഫളില്ലേ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കി തന്നെ വേണം. അതങ്ങനെ തന്നെയാണ്. ഫിഖുള്ള അള്ളാഹുവിൻ്റെ നമ്മളാണല്ലോ, പിന്നെ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, എന്താ ലാ ഫളല അറബിയും ലാ അജമിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അറബിയേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളും ഫളലില്ല എന്നാരാ പറഞ്ഞ്? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ശരിയാണ്. പക്ഷേ ഫളലില്ല എന്ന് പറയുന്ന അർത്ഥം അത് കണ്ടിപ്പം അങ്ങനെയാണെന്നല്ല. അങ്ങനെയാണിപ്പോൾ നമ്മൾ ഈ കല്യാണത്തിൻ്റെ കാര്യത്തിലും മറ്റുള്ള സന്ദർഭത്തിലൊക്കെ അങ്ങനെ നോക്കുമോ? ഖുറൈശികൾക്കാണ് ആധിപത്യം, നബി തങ്ങളല്ല. ഖുറൈശികൾക്ക് ഫളലുണ്ട്, ഖുറൈശികൾ മറ്റുള്ളവരേക്കാൾ ഉഷാറാണ്. ഖുറൈശികളിൽ തന്നെയും അറബികൾക്ക് അനറബിയേക്കാൾ ഫضലുണ്ട്. അറബികളിൽ തന്നെ ഖുറൈശികൾക്ക് ഫضൽ കൂടുതലുണ്ട്. ഖുറൈശികളിൽ നിന്ന് തന്നെയും ഹാഷിമീനും മുത്തലിബീനും ഫضൽ കൂടുതലുണ്ട്. അവരിൽ തന്നെ അലവികൾക്ക് ഫضലുകൾ കൂടുതലുണ്ട്. അതില്ലെന്ന് നിഷേധിക്കാൻ പറ്റില്ല, അതുണ്ട്. അങ്ങനെ തന്നെയാണ് ദീനുൽ ഇസ്ലാം. പക്ഷെ ആ ഫضലൊക്കെ ഷറഫുൻ നസബിലാണ്. അള്ളാഹിൻ്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾ അലവികളാന്നാ കയറിക്കോളൂ, നിങ്ങൾ അബ്ബാസികളാ കയറിക്കോളൂ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ അടുത്താണ് എത്തണമെങ്കിൽ അവിടെ ഒരു കാര്യവും ഉണ്ടാവില്ല. അവിടെ മൻ ബത്തഅ ബിഹി അമലുഹു ലം യുഖദ്ദിം ബിഹി നസബുഹു. അവിടെ അങ്ങനെ തന്നെയാണ്. തറവാട് കൊണ്ട് ഇപ്പം അവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അള്ളാഹിൻ്റെ അടുത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഫളല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ എന്ന് നബി തങ്ങൾ പറയുന്ന മാന അതാണ്. അവർക്ക് അതൊന്നുമില്ല, ഇല്ലാ ബി തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. തഖ്വ ഉണ്ടെങ്കിൽ അവനക്ക് മുന്നോട്ട് പോവാം. അവല്ലാതെ നെസബ് വെച്ചിട്ട് പഠിച്ചോനെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല.
ദുന്യാവിലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അവർക്ക് ഫضലുണ്ട്, ഷറഫുൻ നസബുണ്ട്, അവർ മആദിനുകളാണ്, അവർക്ക് ഖിയാറുണ്ട് എന്നൊക്കെ പറഞ്ഞത് ദുന്യാവിൽ മാത്രമാണ്. അള്ളാഹിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് നബി തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയോട് പോലും തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ ലൻ ഉഗനി അൻകി മിനല്ലാഹി ഷൈആ, മോളെ ഫാത്തിമ എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് പഠിച്ചോൻ്റെ അടുത്തൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഫാത്തിമ ബീവിക്ക് കാര്യമില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ശേഷം വന്ന ആളുകൾക്ക് ഉണ്ടാവുമോ? അതെന്തായാലും ഉണ്ടാവില്ല, ഉറപ്പല്ലേ? അപ്പോൾ പടച്ചോൻ്റെ അടുത്ത് അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മമ്പത്ത് അബിഹി അമലൂലം യുഖദ്ദിം ബിഹി നസബു, ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല, നസബ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഫضൽ എന്ന് പറയുന്നത് ഷറഫുൻ നസബാണ്. ആ ഷറഫുൻ നസബ് അത് ദുന്യാവിൽ അവർക്ക് ഉണ്ടാവും, അത് മാത്രം. അല്ലാതെ ആഖിറത്തിൽ അതിൻ്റെ പേരിലൊന്നും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. പിന്നെ അതുമായി ബന്ധപ്പെട്ട വന്ന കുറേ ഹദീസുകളുണ്ട്, ഉലമാക്കൾ ആ വിഷയത്തിൽ ചർച്ച ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായ വിശാലമായ ചർച്ചകളാണ്. എന്ത് പറഞ്ഞാലും ശരി, കണ്ടിപ്പായിട്ട് വന്നിട്ടുള്ള സ്വഹീഹായ ഇത്തരം ഹദീസുകൾക്ക് വിരുദ്ധമായി വരുന്ന സംഗതികൾ, ഖബർ ആഹാദുകളൊക്കെ നമ്മളൊന്ന് മാറ്റിവെച്ച് ചിന്തിച്ചേ പറ്റൂ. ഓക്കെ, ഏതായിരുന്നാലും അടിസ്ഥാന കാര്യം ഇതാ ഫഖീഹു, അവർക്ക് ഫഖാഹത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. അള്ളാഹുവിനക്ക് തഖ്വ ചെയ്യുകയാണെങ്കിൽ ഫഖാഹത്ത് ആവശ്യമാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉ, ഇൽമും ഫിഖ്ഹും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിന് ഖശിയത്തും തഖ്വയൊക്കെ ഉണ്ടാവുള്ളൂ. അതും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൽമും തഖ്വയും ഉണ്ടാകുക എന്നുള്ളതാണ് ഈ സൽഗുണത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അത്ര മതി. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ وآله وصحبه أجمعين. الحمد لله رب العالمين.